10 വർഷം നീണ്ട പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഒടുവിൽ 1.5 നായർക്ക് മുതുകത്ത് പരിക്കേറ്റുവെന്ന് VKN പറഞ്ഞ പോലെയാണ്. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും നടത്തുന്ന വാക്പൈറ്റ് എന്ന ആയോധന കലയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുമെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമല്ലെന്ന് ഇവരോട് ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ എന്നതാണ് സങ്കടം. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ വാക്പൈറ്റിൽ PhD എടുക്കാനുള്ള ശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുന്നതോടെ മൂർധന്യത്തിലെത്തുന്ന വാക്പൈറ്റിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം ഇനി. കേരളം ആയിത്തുടങ്ങി എന്തിരിൽ അവസാനിക്കുന്ന ഭാഷാശൈലികളുടെ നാട്. മഴവിറഞ്ഞപ്പോൾ കടൽ പിന്മാറി കരതെളിഞ്ഞ ഐതിഹ്യത്തിൽ വിശ്വസിച്ച് ഇപ്പോഴും കാടും കടലും പുഴയും കയ്യേറുന്ന സമ്പൂർണ്ണ സാക്ഷരതയുടെ നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഈ നാട്ടുകാർ പോലും പറയാത്ത നാട്ടിൽ 5 വർഷം കൂടുമ്പോൾ ഒരു ആചാരം നടക്കും. സ്വന്തം ജീവിതം കുട്ടിച്ചോറാക്കാൻ വിരലിൽ മഷി പുരട്ടി വിധിക്ക് കീഴടങ്ങുന്ന പാവങ്ങളുടെ ജനാധിപത്യ മഹോത്സവമാണിത്. ജയകമൻ കണക്ക് തീർക്കുന്നത് പണമെറിഞ്ഞല്ല, ചുരികത്തലപ്പ് കൊണ്ടാണ്. പണ്ട് വാൾപയറ്റ് നടന്ന നാടായിരുന്നു. ഇപ്പോൾ വാക്പയറ്റിലാണ് ഏവർക്കും താല്പര്യം. എന്താ ഞാൻ എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ. ഇടത് വലത് എന്നിങ്ങനെ 2 ചേരികളിലായി നിന്നാണ് പയറ്റ്. ഇന്ന് ഇടതിൽ കാണുന്ന ഭടൻ നാളെ വലതിൽ നിന്നും, വലതിൽ വെട്ടിയവൻ ഇടതിൽ നിന്നും ഫൈറ്റ് നടത്തുന്ന യുദ്ധരീതിയാണ് കണ്ടുവരുന്നത്. ഇരുവിഭാഗങ്ങളിൽ നിന്നായി ഏറ്റുമുട്ടുന്നവർക്കിടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടത്തുന്ന മൂന്നാമതൊരു കൂട്ടരും ഇപ്പോൾ അംഗത്തിലുണ്ട്. 7 പതിറ്റാണ്ടായി തുടരുന്ന ഈ പോരാട്ടത്തിൽ ഇതുവരെ തോറ്റത് പ്രജകൾ മാത്രമാണ്. മുഖ്യമന്ത്രി വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇറങ്ങിപ്പോവുകയും സമസ്താപരാധം പറയുകയുമാണ് വേണ്ടത്. സമസ്താപരാധം നിങ്ങൾ വിട്ടിട്ട് വേണം പോവാൻ. അതിന് അല്പം ഉളുപ്പ് വേണം. ഉളുപ്പ്. വാക്പൈറ്റ് നടത്തിയവർ എപ്പോഴും ജയിച്ചിട്ടേയുള്ളൂ. ഇനി ഇത്തവണത്തെ യുദ്ധത്തിലേക്ക് വരാം. പുതുപ്പള്ളി ദേശത്തെ കറതീർന്ന വാക്പൈറ്റ് അഭ്യാസി ഉമ്മൻ ഗുരുക്കളാണ് പടയോട്ടം നടത്തുന്നത്. ഗുരുക്കളെ വീഴ്ത്താൻ വാരിക്കുന്തത്തിൽ പോര് നടത്തിയ അച്ചുകുറുപ്പും തുളനാട്ടിൽ നിന്ന് പയറ്റ് പഠിച്ച പിണറായി ഗുരുക്കളും കച്ച കെട്ടിയിരിക്കുന്നു. 7 പതിറ്റാണ്ടിന്റെ യുദ്ധചരിത്രം വീരവാദമാക്കിയാണ് ഇരുവരും ഏറ്റുമുട്ടുക. ഉമ്മൻ ഗുരുക്കളുടെ കാലത്തെ ഭരണപരിഷ്കാരങ്ങളെ വാൾമുനയിൽ നിർത്തി വാക്പൈറ്റ് ആരംഭിക്കുകയാണ്. ആദ്യം മദിരാക്ഷിയും പിന്നെ മണ്ണും. ചെറിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റ് വലിയ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് തട്ടിപ്പുകാരിയായ സരിതയെ തട്ടിച്ച് ഉമ്മൻചാണ്ടി കാശ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗൂഢാലോചനയും ഏറ്റവും തരം താണ വിധത്തിലുള്ള പ്രവർത്തനമാണ്. ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ മേധാവികൾ ചീഫ് സെക്രട്ടറിയുടെയും കൂടെ അനുമതിയോടുകൂടി ഈ കൊള്ളുകില്ലായ്മ കാണിക്കാൻ തുനിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട്, അത് ഞാൻ പറയണം. ഇനി മദ്യം. പൂഴിക്കടക്കനടിച്ചവരും കള്ളപ്പയറ്റ് നടത്തിയവരുടെയും പേര് എടുത്തു പറഞ്ഞുള്ള പോരാട്ടമാണിനി. കൂട്ടത്തിൽ പൂട്ട് എന്ന അപൂർവ യുദ്ധരീതി. അങ്ങനെ ഘോരകളുടെ
സർക്കാരുടെ ആവർത്തനമാണ് ചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ പദ്ധതി. മുഖ്യമന്ത്രിയെ 14 മണിക്കൂർ മൊഴിയെടുക്കുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു കടലാസ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആരോപണം ആവർത്തിക്കുക, ആരോപണം ആവർത്തിച്ചതുകൊണ്ട് അഴിമതിയാകത്തില്ല. കയ്യിലിരിപ്പ്, മുഖ്യമന്ത്രിയുടെ കയ്യിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ എത്രയോ കൊല്ലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ഒന്നും രഹസ്യമല്ല. എന്നെ ആര് വിചാരിച്ചാലും മദ്യലോബിയുടെ ആളാക്കാൻ പറ്റില്ല. യുഡിഎഫിലെ അഴിമതിക്കാരൊക്കെ ഒന്ന് ഉമ്മൻചാണ്ടി കേസെത്ര 31. ഞാൻ കേസെന്ന് പറഞ്ഞത് അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, നമ്പരേ പറയുന്നുള്ളൂ. ഒരു FIR ഇടുമ്പോഴാണ് ഒരു കേസിൻ്റെ തുടക്കം. അങ്ങനെയുള്ള ഒരു FIR ഈ പറഞ്ഞ മന്ത്രിമാർക്കെതിരായിട്ടുണ്ടോ, മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബഹുദൂരത്തിൽ നിർത്തി അഴിമതിപ്പണം അതിവേഗം എണ്ണിപ്പെട്ടിയിലാക്കുകയാണ് സർക്കാരിൻ്റെ നയം. ഹം സബ് ചോർ ഹേ, ഹം സബ് ചോർ ഹേ, ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. വാക്പയറ്റിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിനായി ഇരുകൂട്ടരും നാവിന് മൂർച്ച വരുത്തുന്നു. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം തുടരും.